മുതലപ്പള്ളി പ്രശ്നപരിഹാരത്തിനായി ജില്ലാ കളക്ടർ നടത്തിയ ചർച്ച പോസിറ്റീവെന്ന് മത്സ്യത്തൊഴിലാളികൾ. വൈകാരികത കാരണമാണ് സംഘർഷം ഉണ്ടായതെന്നും ഗവൺമെന്റ് ഓഫീസ് തകർക്കാൻ പാടില്ലായിരുന്നുവെന്നും സമരസമിതി ഭാരവാഹികൾ. മത്സ്യത്തൊഴിലാളികൾ മാത്രമായി നടത്തിയ സമരത്തിൽ കൊടിയുടെ നിറം നോക്കിയില്ല. ചിലർ മുതലെടുപ്പിന് ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. വളരെ പോസിറ്റീവായിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾ തന്നെ അദ്ദേഹം കളക്ടറും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അംഗീകരിച്ചു. ഏതാണ്ട് 2 ദിവസത്തിന് മുമ്പുണ്ടായ പ്രശ്നങ്ങൾ അത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ്. അതിന് നമ്മൾ രണ്ടുപേരും സൗഹാർദ്ദത്തോടു കൂടി തന്നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സൗഹാർദ്ദപരമായ കാര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത് ചന്ദ്രഗിരി ട്രെജറിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ടെക്നിക്കലി ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് പരിഹരിക്കുവാനായിട്ട് ചില സമയം ഒത്തിരി ബ്രേക്ക് ഡൗൺ ആവും. അത് നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സുലേഖ, സമരസമിതി നേതാക്കൾ പറഞ്ഞതാണ് അതിൻ്റെ ശരിയായ വസ്തുത. ചെയ്തത് തെറ്റായിപ്പോയി. ചിലർ ഇതിൽ മുതലെടുക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. ഏതായാലും ഡ്രഡ്ജിങ് വളരെ കൃത്യമായി തന്നെ നാളെ മുതൽ പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, എന്തായാലും ഡ്രഡ്ജിംഗ് നാളെ മുതൽ പുനരാരംഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഇന്ന് കളക്ടറുടെയും അതിനൊപ്പം തന്നെ തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിലുണ്ടായ പ്രധാന തീരുമാനമെന്ന് പറയുന്നത് ഈ മാസം 30 തന്നെ മണൽ നീക്കം പൂർണ്ണമായും നടത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾക്കും ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ചന്ദ്രഗിരി ഡ്രഡ്ജർ മണൽ നീക്കത്തിന് കൊണ്ടുവന്ന ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇത്തരത്തിൽ സാങ്കേതികപരമായി ഉണ്ടായ തകരാർ മൂലം മണൽ നീക്കം നടന്നിരുന്നില്ല. അതിൽ പ്രതിഷേധിച്ച് സമരക്കാർ റോഡ് ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇതിലാണ് സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഇത്തരത്തിൽ മണൽ നീക്കം നടത്താത്ത സാഹചര്യത്തിൽ ഈ പ്രതിഷേധത്തിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുന്നതടക്കം ഇത്തരത്തിൽ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് കാര്യാലയം തകർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സമര പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൽ ഇരുപക്ഷത്തും നിന്നും മാപ്പ് ചോദിക്കുകയും ക്ഷമ ചോദിക്കുകയും ഈ പ്രശ്നം ഒരു പരിഹാരത്തിലേക്ക് എത്തുകയുമായിരുന്നു ചെയ്തത്. എന്തായാലും ചന്ദ്രഗിരി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണൽ നീക്കം അത് തുടരും. ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ ശരി, സുലേഖ ശശികുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ചന്ദ്രഗിരി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഡ്രഡ്ജിങ് മുതലപ്പുഴയിൽ നാളെ നടക്കും. ചെയ്തത് തെറ്റാണ്. സർക്കാർ ഓഫീസിൽ അതിക്രമം നടത്തിയ തെറ്റായിപ്പോയി എന്നാണ് സമരസമിതി നേതാക്കൾ അല്പം മുമ്പ് കളക്ടറുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്.